കയറിയിട്ട് കാല് കിണറ്റിലേക്ക് തൂക്കിട്ട് കയറിയിരിക്കുന്നത് റസൂലുള്ളാഹിന്റെ ഒരു ഹോബിയായിരുന്നു. കുറെ കിണർ കാണുന്നത്, കിണറിന്റെ അടുത്ത് റസൂലുള്ളാഹി ഇരിക്കാന്ന് റസൂലുള്ളാഹിന്റെ ഹോബിയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി അതിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലത് ഭാഗത്തിരുന്നു, രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹു ഇടത്തെ ഭാഗത്തിരുന്നു, മൂന്നാമത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് വന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അമ്മോശനാണല്ലേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരുമകനുമാണല്ലോ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറച്ച് അകലെ പോയിരുന്നു. ഇതൊരു സൂചനയായിരുന്നു. ഇന്നും അവരങ്ങനെ തന്നെയാണല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുത്താണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറച്ച് അകലെയാണ്, ജന്നത്തുൽ ബഖീലാണല്ലോ വിശ്രമിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഖലീഫമാര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശനിയാഴ്ച ഇവിടെ വരലും ഈ കിണറ്റിന്റെ അടുത്ത് നിന്ന് റസൂലുള്ളാഹി ചെയ്തതുപോലെ അതൊരു സുന്നത്തായി ഇത്തിബാ ആയിട്ട് കണ്ടു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവിടെ എത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിയിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയൊരു മോതിരം ഉണ്ടായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയ്യിൽ. ആ മോതിരം ഈ കിണറ്റിലേക്ക് വീണുപോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ. അതുകൊണ്ട് അതിന് ബീറു ഖാത്തം എന്ന് പേര് വന്നു. അന്ന് എല്ലാ വിഷയം ഉപയോഗിച്ച് വെള്ളം വാർത്ത് ഇതൊക്കെ കിട്ടിയില്ല. ആ മോതിരം പ്രവാചകന്മാരിലൂടെ അനന്തരം കിട്ടിയൊരു മോതിരമില്ല. അത് വീട് പോയതിന്റെ ശേഷമാണ് ഇത് മുസ്ലിമീങ്ങളിൽ ഏതുണ്ടത് അനയിക്കേണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ടത് തന്നെ ആരാണ്? മുസ്ലിം നാമധാരികളാണ്, മുനാഫിക്കുകളാണല്ലോ. അപ്പോൾ മുസ്ലിമീങ്ങളിൽ ചിത്രത ഉണ്ടായതും പിന്നീട് അനയിക്കേണ്ടായതിന്റെ ശേഷം ബിഉറു ഖാത്തം എന്നതിന് പറയട്ടാ. നമ്മൾ പോവാല്ലേ, നീ വരും.